പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഐസക് ന്യൂട്ടൺ. ശാസ്ത്രവിപ്ലവത്തിന്റെ അമരക്കാരനായ അദ്ദേഹം ചലന നിയമങ്ങളിലൂടെയും ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെയും ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറ പാകി. ഭൗതികശാസ്ത്രജ്ഞൻ എന്നതിലുപരി മികച്ച ഗണിതശാസ്ത്രജ്ഞനായും ജ്യോതിശാസ്ത്രജ്ഞനായും തിളങ്ങിയ ഐസക് ന്യൂട്ടൺ ദൈവശാസ്ത്രത്തിലും അതീവ താൽപ്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ബൈബിളിനെ ദൈവിക സത്യമായി വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനവും ബൈബിളിലെ വെളിപ്പാടും രണ്ടും ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണ്. ബൈബിളിനെ അദ്ദേഹം സാധാരണ ചരിത്രഗ്രന്ഥമായല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിലും പ്രവചനപരമായും സത്യമായ ദൈവവചനമായാണ് കണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ വിശകലനം ചെയ്യുന്നതിലൂടെ ദൈവമഹത്വം കണ്ടെത്താമെന്നും ബൈബിളിലെ പ്രവചനങ്ങളും സന്ദേശങ്ങളും നിരാകരിക്കാനാവാത്തതാണെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹം ബൈബിളിനെ ആധികാരികമായ സത്യമായി കണക്കാക്കി. പ്രകൃതിയിലെ നിയമങ്ങൾ കാണുമ്പോൾ അതിന് പിന്നിൽ ഒരു ബുദ്ധിയുള്ള സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാമെന്നും ലോകം യാദൃശ്ചികമായി ഉണ്ടായതല്ല, ദൈവം എല്ലാം ക്രമത്തോടെയും നിയമങ്ങളോടെയും സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ന്യൂട്ടന്റെ നിലപാടുകളോട് യോജിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.